ഹായ്. നമ്മൾ എപ്പോഴും കല്യാണങ്ങൾക്കൊക്കെ പോകാറുണ്ടല്ലേ. അപ്പോൾ ഈ കല്യാണത്തിനൊക്കെ പോകുന്ന നല്ല രസം. ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും, ഒത്തിരി ഫുഡ് കഴിക്കാൻ പറ്റും, കളിക്കാൻ പറ്റും, ഫോട്ടോ ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കല്യാണത്തിന് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് പണ്ട് നടന്ന ഒരു കല്യാണത്തെ പറ്റിയാണ് ഇന്ന് കഥ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. അപ്പോൾ ഈ കഥ നടക്കുന്നത് കാനാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ വളരെ പണ്ട് നടന്ന ഒരു കഥയാണ്. ഈ കഥയിൽ കാനാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കല്യാണ വിരുന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വിരുന്ന് നടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഭക്ഷണമൊക്കെ വിളമ്പി, വൈനൊക്കെ വിളമ്പി, നല്ലൊരു വിരുന്ന്, കല്യാണത്തിന് വന്നവർക്കെല്ലാം നല്ലൊരു ഫുഡ് വിരുന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെ കാനാവിലെ കല്യാണത്തിന് യേശുവിൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവിടുത്തെ കല്യാണത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന വീഞ്ഞൊക്കെ തീർന്നു പോയി. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ, വിരുന്നെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് വരില്ലേ. അപ്പോൾ ഈ വരുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര മോശമാവില്ലേ, അവർക്ക് ആഹാരം കൊടുക്കാണ്ടിരുന്നാൽ ഭയങ്കര മോശമാവില്ലേ. അപ്പോൾ യേശു കർത്താവിൻ്റെ അമ്മ അവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്നവരുടെ അടുത്ത് പറഞ്ഞു, യേശു എന്ത് പറഞ്ഞാലും എന്ത് കൽപ്പിച്ചാലും അത് നിങ്ങൾ ചെയ്തോളണം എന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ് പറഞ്ഞേ? യേശു കർത്താവ് എന്ത് കൽപ്പിച്ചാലും നിങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് യേശുവിൻ്റെ അമ്മ അവിടെ നിന്ന് പോയി. അപ്പോൾ ഇവിടെ വീഞ്ഞില്ല എന്നുള്ളത് യേശു കർത്താവ് അറിഞ്ഞു. ഓക്കെ, അവിടെ കൊടുക്കാൻ വീഞ്ഞില്ല എന്നുള്ളത് യേശു കർത്താവ് അറിഞ്ഞു. അപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ നമ്മുടെ വീട്ടിലൊക്കെ പാത്രമില്ലേ, അതുപോലെ കല്ലിൻ്റെ പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 6 പാത്രം ഉണ്ടായിരുന്നു. ഓക്കെ, യേശു കർത്താവ് എന്നാ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അടുത്ത് പറഞ്ഞു, ഈ 6 പാത്രത്തിലും നിറയെ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, നിറയെ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ് അവർ യേശു കർത്താവ് എന്ത് പറഞ്ഞാലും എന്ത് കൽപ്പിച്ചാലും അതനുസരിക്കണമെന്ന് യേശു കർത്താവിൻ്റെ അമ്മ പറഞ്ഞത് ഓർത്ത്, ഇപ്പോൾ യേശു കർത്താവ് 6 പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ ഇവർ 6 പാത്രത്തിലും വെള്ളം നിറച്ചു. അവരതിൻ്റെ മൊത്തം വക്കോളം വെള്ളം നിറച്ചു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇപ്പോൾ അത് കോരി കൊടുക്കാൻ വിരുന്ന് വാഴിക്കും, അത് കൊണ്ടുപോയി അവിടെ ഉള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ അവർ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് കുടിച്ച ആൾക്കാർ ചോദിക്കുകയാണ്, ഈ വൈൻ എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്? ആദ്യം തന്ന വൈനിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ഇതിനുണ്ടല്ലോ, ഇത് ആരാ ഉണ്ടാക്കി, എന്ത് ആദ്യമേ ഈ വൈൻ തരാണ്ടിരുന്നേ എന്ന് ചോദിക്കാനിടയിൽ. അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുത്ത ആൾക്കും ഈ വെള്ളം കോരിയ ആൾക്കാർക്ക് മാത്രമാണ് അറിയുള്ളൂ ഇത് എങ്ങനെയാണ് ഈ വൈൻ ഉണ്ടായതെന്നുള്ളത്, വേറെ ആർക്കും അറിയില്ല. അങ്ങനെ യേശു കർത്താവ് അത്ഭുതം ചെയ്തു. ഓക്കെ, യേശു കർത്താവ് വെള്ളം വീഞ്ഞാക്കി മാറ്റി. ആ 6 പാത്രത്തിലും ഉണ്ടായിരുന്ന വെള്ളം വീഞ്ഞായി മാറി. അവിടെ അത് കുടിക്കാൻ എല്ലാവർക്കും കൊടുത്തു. കുടിച്ചവരെല്ലാം ഹാപ്പിയായി. അങ്ങനെ യേശു കർത്താവ് അത്ഭുതം അവിടെ ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ യേശു കർത്താവ് വലിയ അത്ഭുതങ്ങളൊക്കെ ഇതേപോലെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഇതേപോലെ അത്ഭുതം ചെയ്യാൻ നമ്മുടെ യേശു അപ്പച്ചന് സാധിക്കും. അപ്പോൾ യേശു അപ്പച്ചൻ അങ്ങനെയുള്ള അത്ഭുതം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് യേശു അപ്പച്ചൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളും യേശു അപ്പച്ചനോട് പറഞ്ഞാൽ യേശു അപ്പച്ചൻ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ, ഈ കാനാവിലെ കല്യാണത്തിൽ ചെയ്ത പോലെയുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ. ഓക്കെ, അപ്പോൾ ബൈ, സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്.